ഒരിക്കൽ നന്ദനത്തിൽ കൃഷ്ണനായി വന്നു. പിന്നീട് പല സിനിമകളിലും സീരിയലുകളിലും മലയാളികൾ പല കൃഷ്ണന്മാരെയും കണ്ടു. ഇന്നത്തെ തലമുറയിൽ പോലും കൃഷ്ണൻ എന്ന് കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ അവരൊരു പക്ഷേ കണ്ണടച്ച് മനസ്സിൽ വിചാരിക്കുന്ന രൂപം നടൻ അരവിന്ദൻ്റെത് തന്നെയായിരിക്കും. ഇന്നലെ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്ത നടൻ അരവിന്ദ് 50-ാം വയസ്സിൽ വിവാഹിതനായി എന്ന വാർത്തയാണ്. 30 വയസ്സിനുള്ളിൽ ഒരു ആൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് പലരും പറയുമ്പോഴും തൻ്റെ 50-ാമത്തെ വയസ്സിലും നല്ലൊരാളെ കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നും നല്ല സൗഹൃദത്തിലൂടെ മാത്രമേ നല്ല ദാമ്പത്യം ലഭിക്കൂ എന്നും തന്നെയാണ് നടൻ അരവിന്ദ് കാണിച്ചു തരുന്നത്. ഇപ്പോഴിതാ മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത തന്നെയായി ഇത് മാറുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് അരവിന്ദർ സിംഗ് എന്നാണ്. മലയാളത്തിൽ അരവിന്ദ് എന്നും തമിഴിൽ അരവിന്ദ് ആകാശ് എന്നുമാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാശ്മീർ പഞ്ചാബിനടുത്തുള്ള ജലഡറിലാണ് പിതാവിൻ്റെ കുടുംബം. ജോലി സംബന്ധമായ അച്ഛൻ ഡൽഹിയിലാണ്. അവിടെയാണ് അതുകൊണ്ട് ജനിച്ചതും അദ്ദേഹം. ഒരു നൃത്ത സംവിധായകൻ കൂടിയാണ് അരവിന്ദർ സിംഗ്. നന്നായി നൃത്തം ചെയ്യുമെന്ന് മലയാളികൾക്ക് നന്ദനത്തിലൂടെ തന്നെ മനസ്സിലായതുമാണ്. വളർന്നതെല്ലാം തന്നെ മുംബൈയിലാണെങ്കിലും ജീവിക്കുന്നതൊക്കെ ചെന്നൈയിലാണിപ്പോൾ. പിതാവിൻ്റെ ജോലിയോടനുബന്ധിച്ചാണ് ഇവർ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയത്. നൃത്യാധ്യാപികയായി അമ്മയിൽ നിന്നും ശിക്ഷണം അരവിന്ദിനെ ഒരു പ്രൊഫഷണൽ ഡാൻസറാക്കി മാറ്റി. അമ്മയോടൊപ്പം സിനിമകളിൽ നൃത്തരംഗങ്ങളിൽ അഭിനയിക്കാനും നൃത്ത സംവിധാനം ചെയ്യുവാനുമൊക്കെ അദ്ദേഹം പോകുമായിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ സ്ഥാപനത്തിൽ 5 വർഷം നൃത്തം പരിശീലിച്ചു. 2 തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു തുടങ്ങിയെങ്കിലും റിലീസായില്ല. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിൽ അഭിനേത്രി രേവതി വഴിയാണ് നൃത്തരംഗത്ത് അഭിനയിക്കാൻ എത്തിയത്. നന്ദനം ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തന്നെയാണ് എപ്പോഴും അദ്ദേഹം കാണുന്നത്. ആ ഒരു സ്നേഹം മലയാള സിനിമയോട് എന്നും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം എപ്പോഴും വെളിപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ദീർഘനാളത്തെ സൗഹൃദത്തിന് ശേഷമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം വിവാഹിതനാകുന്നത്. വെള്ളിത്തിരയ്ക്ക് പുറമെ മലയാളികളുടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലും അരവിന്ദ് പരിചിതനാണ്. നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും മെന്ററായും ഒക്കെ അദ്ദേഹം എത്തിയിട്ടുമുണ്ട്. അതോടെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാകുന്നതും ഇത്തരം വാർത്തകൾ കൊണ്ടാണെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിച്ചത് മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിനെയാണ്. അദ്ദേഹം ഇത്രയും മലയാളികളുടെ പ്രീതി പിടിച്ചുപറ്റി വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറുകയാണ്. ഇപ്പോൾ ദീർഘകാല പങ്കാളിയായ സാധ്വി ആർഎസിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചായിരുന്നു വിവാഹം. 50-ാം വയസ്സിൽ അരവിന്ദ് ആകാശ് വിവാഹിതനാകുന്നു എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത ഒരു വാർത്ത. ശരിക്കും പറഞ്ഞാൽ ആരും അത് പ്രതീക്ഷിച്ചിരുന്നുമില്ല. തമിഴ്നാട്ടിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ 50-ാം വയസ്സിലെത്തുമ്പോഴാണ് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിയതെന്ന് തന്നെയാണ് പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.